മുസ്ലിം സമൂഹത്തിലെ രക്ഷിതാക്കന്മാരുമുണ്ട് എങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ നമുക്ക് സാധിക്കും. ഞാൻ രണ്ട് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഒന്ന്, സ്വന്തം രക്ഷിതാക്കൾ തീരുമാനിക്കുക ഞങ്ങളുടെ ആൺകുട്ടികൾ സ്ത്രീധനരഹിത വിവാഹമായിരിക്കും നിർവഹിക്കുക, അഥവാ ആൺകുട്ടികളായിക്കൊണ്ട് തന്നെയായിരിക്കും അവർ വിവാഹം കഴിക്കുക എന്ന് തീരുമാനിക്കുവാൻ സാധിക്കണം. മറ്റൊന്ന്, അവരൊക്കെ അടങ്ങുന്ന ഓരോ മഹല്ലുകൾക്കും നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് തീരുമാനിക്കുവാൻ കഴിയണം, സ്ത്രീധനവുമായി ബന്ധപ്പെട്ട വിവാഹങ്ങളിൽ ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവില്ല, ഞങ്ങൾക്കതിനോട് സഹകരിക്കാൻ കഴിയില്ല, അത്തരം ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ടായിരിക്കും ഞങ്ങൾ മുന്നോട്ട് പോവുക എന്നവർക്കും തീരുമാനിക്കുവാൻ സാധിക്കുമെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് കുറേയേറെ പരിഹാരം ഉണ്ടാക്കുവാൻ സാധിക്കും. ഒരുപക്ഷെ ഒരുപാട് മതപണ്ഡിതന്മാർ കൈകോർത്ത് പിടിച്ചാലും രാഷ്ട്രീയ നേതാക്കന്മാർ ഒരുമിച്ചിരുന്നാലും പഞ്ചായത്തുകളും പാർലമെന്റുകളും ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്തിയാലും ഈ പ്രശ്നം പരിഹരിക്കില്ല. മനസ്സാണ് നന്നാവേണ്ടത്, മനസ്സാണ് മാറേണ്ടത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞുവല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ മാത്തിൽ. അല്ലയോ മുസ്ലിം സഹോദരങ്ങളെ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളുടെ സമ്പത്ത് അവിഹിതമായി അധാർമികമായി നിങ്ങൾ പരസ്പരം തിന്നരുത് എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. നിങ്ങൾ വാങ്ങരുത് എന്ന് പോലുമല്ല, നിങ്ങൾ അന്വേഷിക്കരുത് എന്ന് പോലുമല്ല, തിന്നരുത്, കഴിക്കരുത്. അവരവന്റേതല്ലാത്ത അവരൻ്റേത് അപഹരിക്കുന്ന ആ പകൽക്കൊള്ളക്ക് കൂട്ടുനിൽക്കുവാൻ സാധ്യമല്ല എന്ന് ഖുർആൻ എടുത്തു പറയുന്നു. ഈ തമ്മിൽ അവിഹിതമായി സമ്പത്ത് കൈകാര്യം ചെയ്യരുത് എന്ന് ഖുർആൻ പറയുമ്പോൾ അത് വരന്മാരോടും അവരുടെ അമ്മോശന്മാരോടുമാണോ എന്ന് നേർക്കുനേരെ ചിന്തിച്ചു പോകും. കാരണം അവർ യഥാർത്ഥത്തിൽ ഇവിടെ അങ്ങോട്ട് തമ്മിലാണല്ലോ, ബന്ധുക്കളാണല്ലോ, ഏറ്റവും വേണ്ടപ്പെട്ടവരാണല്ലോ, ആദരിക്കപ്പെടുന്നവരാണല്ലോ, സ്നേഹിക്കപ്പെടുന്നവരാണല്ലോ, അംഗീകരിക്കപ്പെടുന്നവരാണല്ലോ. എന്നിട്ട് പോലും വിവാഹമെന്ന ഈ മഹത്തായ ഉദ്യമത്തിന്റെ ഈ കർമ്മത്തിന്റെ തുടക്കത്തിന് നിഷിദ്ധമായിരിക്കുന്ന ഒരു സമ്പത്തിന്റെ അകമ്പടി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ബാറക്കല്ലാഹു ലക്കുമാ എന്ന പ്രാർത്ഥനയുണ്ടല്ലോ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, അവന്റെ എല്ലാ കാരുണ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ആ പ്രാർത്ഥനക്ക് പടച്ചവൻ ഉത്തരം നൽകുമോ എന്ന് നാം ആലോചിക്കുക. ആ ഉത്തരം കിട്ടണമെങ്കിൽ അവനിഷ്ടപ്പെട്ട, അവന് താല്പര്യമുള്ള, അവിഹിതങ്ങളായ യാതൊന്നുമില്ലാത്ത ആ നന്മയുടെ പാതയിൽ നമ്മുടെ വിവാഹങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനാണ് നാം ശ്രമിക്കേണ്ടത്. ഖുർആൻ ഈ മേഖലയിൽ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, ഞാൻ വിശദമായി സംസാരിക്കുന്നില്ല. എന്നാൽ നമ്മൾ അറിയേണ്ടത് ഏറ്റവും ബർക്കത്തുള്ള, ഏറ്റവും അനുഗ്രഹീതമായ, ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന ഒരു മുഹൂർത്തത്തിന് നാം സാക്ഷികളാകുമ്പോൾ അവിടെ കണ്ണുനീർ വീടരുത്, അവിടെ പെൺകുട്ടിയുടെ രക്ഷിതാവിന്റെ കണ്ണുനീർ വീടരുത്. അത് മാത്രമല്ല, ആ രക്ഷിതാവ് കൊടുക്കുന്ന സ്ത്രീധന പണം കൊണ്ട് നാം ഉണ്ടാക്കി വച്ചിരിക്കുന്ന ബിരിയാണി ഉണ്ടല്ലോ, അതിനുവേണ്ടി ഒരുക്കിയിരിക്കുന്ന മറ്റു കൂട്ടുകളുണ്ടല്ലോ, അതിൽ ചേർത്തിരിക്കുന്ന ഉപ്പിന്റെ രസം ഈ പെൺകുട്ടിയുടെ പിതാവിന്റെ കണ്ണിൽ നിന്ന് ഉറ്റുവീണിരിക്കുന്ന കണ്ണുനീരിന്റെ ഉപ്പരസമാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. എന്നിട്ട് വേണം ഈ ആഭാസങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ. ഇന്ന് ഈ രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കുവാൻ തയ്യാറാകുമ്പോൾ ചിലപ്പോഴെങ്കിലും ചോദിക്കുന്നു, എന്തേ ഇത്ര നേരത്തെ? അവന് മറുപടിയുണ്ട്, എനിക്ക് ജോലിയൊന്നുമില്ല, അതുകൊണ്ട് ഒരു പുതിയ ജോലി കണ്ടെത്തുവാൻ ഞാൻ വിവാഹം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇന്നടുത്തൊരു ജോലി ശരിയായിട്ടുണ്ട്, അതിന് 5 ലക്ഷം രൂപ വേണം, അത് ഞാൻ വിവാഹം കഴിച്ചാൽ അതിലൂടെ എനിക്ക് നേടുവാൻ കഴിയും, അതിനാൽ ഞാൻ വിവാഹം കഴിക്കുന്നു. ഞാനിതാ വിദേശത്ത് പോകാനിരിക്കുകയാണ്, വിസ തയ്യാറായിട്ടുണ്ട്, കൊടുക്കാനുള്ള പണമില്ല, അതിനുവേണ്ടി ഞാൻ വിവാഹം കഴിക്കുന്നു. ഞാനിതാ വീട് വെക്കുകയാണ്, പണി പൂർത്തിയായിട്ടില്ല, പൂർത്തീകരിക്കുവാൻ വേണ്ടി ഞാനിതാ വിവാഹം കഴിക്കുന്നു. ഞാൻ പുതിയൊരു കച്ചവടം ആരംഭിക്കുകയാണ്, അതിന് കുറെ പണം ആവശ്യമുണ്ട്, അതിനുവേണ്ടി ഞാൻ വിവാഹം കഴിക്കുന്നു. എന്നാൽ ഖുർആൻ പറഞ്ഞതോ, ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് അവരിലൂടെ സമാധാനം കിട്ടുവാൻ വേണ്ടിയാണ് വിവാഹം കഴിക്കേണ്ടത്. അതുമാത്രം നമുക്ക് നഷ്ടമാകുന്നു. പണം കിട്ടിയേക്കാം, പണ്ടം കിട്ടിയേക്കാം, പറമ്പ് കിട്ടിയേക്കാം, പണി കിട്ടിയേക്കാം, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ കിട്ടിയേക്കാം, മറ്റു പലതും കിട്ടിയേക്കാം. പക്ഷേ പടച്ചവൻ നൽകാമെന്ന് പറഞ്ഞിരിക്കുന്ന ആ സമാധാനം മാത്രം നമുക്ക് ലഭിക്കുകയില്ല എന്ന് നാം തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹത്തിൽ ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുന്ന കുടുംബ കലഹങ്ങൾക്ക് പരിധി നിശ്ചയിക്കണമെങ്കിൽ, അതിന് അറുതി വരുത്തണമെങ്കിൽ, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമെങ്കിൽ ഒന്നാമത് പടച്ചവന്റെ അനുഗ്രഹം ഉണ്ടാവണം, അവന്റെ കാരുണ്യം ഉണ്ടാവണം. അതിന് ആ രൂപത്തിലുള്ള ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനാൽ അവിഹിതങ്ങളൊന്നും പറ്റാതെ മാന്യമായ രൂപത്തിൽ ഇങ്ങനെയുള്ള വേദികളിൽ സംബന്ധിക്കുവാൻ നമുക്ക് കഴിയണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അവസാനിപ്പിക്കുന്ന മുമ്പ് 1-2 വാചകങ്ങൾ കൂടി ചേർക്കുകയാണ്. ഇതൊരു വിവാഹ സദസ്സാണല്ലോ. വിവാഹിതരാകുന്ന വധൂവരന്മാർ ഞാൻ സൂചിപ്പിക്കട്ടെ, ഇന്നിവിടെ വിവാഹിതരാകുന്ന ചെറുപ്പക്കാർ എന്തുകൊണ്ടും അഭിനന്ദനം അറിയിക്കുന്നു, ആദരവ് അറിയിക്കുന്നു. അവർ ആദരിക്കപ്പെടേണ്ടവരാണ്, അവർ അംഗീകരിക്കപ്പെടേണ്ടവരാണ്. അവർക്കും വേണമെങ്കിൽ
അവർക്കും വേണമെങ്കിൽ ഈ വിവാഹ കച്ചവടത്തിന്റെ കമ്പോളത്തിൽ അവർക്ക് വിലപേശമായിരുന്നു. 1 ലക്ഷവും 2 ലക്ഷവും 4 ലക്ഷവും ചോദിച്ചാൽ കൊടുക്കാൻ ആളുകൾ ഈ കമ്പോളത്തിലുണ്ട്. പക്ഷേ അവയെ മാറ്റിവെച്ച്, അവയെ തൃണവൽക്കരിച്ച്, അവയെ അവഗണിച്ച് ഒരു പെൺകുട്ടിയെ ഞങ്ങൾ കൊടുക്കുന്ന മഹർ മാത്രം കൊടുത്തുകൊണ്ട് അവളെ സ്വീകരിക്കാൻ തയ്യാറാകുന്നു എന്നത് ഈ കാലഘട്ടത്തിൽ ഒരു വലിയ അംഗീകാരത്തിന്റെ ഭാഗമായി നമുക്ക് കാണുവാൻ കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം ഈ ജീവിതം ഒരു പുതിയ ജീവിതമാണല്ലോ, ഒരു പുതിയ ജീവിതം, ഇന്നലെ വരെ ഇല്ലാത്ത നാം ഒരു പുതിയ രൂപത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വാഭാവികമായി 2 കുടുംബങ്ങളിൽ 2 നാടുകളിൽ ഒരുമിച്ച് അവരുടേതായ ചുറ്റുപാടുകളിൽ ജീവിച്ചിരുന്ന ആളുകൾ ഇന്ന് ഒന്നാവുകയാണ്, ഒരു പുതിയ ബന്ധം സ്ഥാപിക്കുകയാണ്. പുതിയ ഉപ്പയും പുതിയ ഉമ്മയും പുതിയ സഹോദരന്മാരും പുതിയ സഹോദരിമാരും ഒക്കെ ഉണ്ടാവുകയാണ്. അവരെ അമ്മോശനായി, അമ്മായി അമ്മയായി, നാത്തൂന്മാരായി കാണുന്നതിനപ്പുറത്ത് ജ്യേഷ്ഠനായി, അനുജനായി, ഉപ്പയായി, ഉമ്മയായി, സഹോദരനായി, സഹോദരിയായി കാണുവാൻ, അങ്ങനെ പരസ്പരം പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. വിവാഹരംഗത്ത് പ്രവാചക തിരുമേനി ആണിനോടും പെണ്ണിനോടും ഒരുപാട് ഉപദേശങ്ങൾ നൽകി, നിർദ്ദേശങ്ങൾ നൽകി. നമുക്കതിനെക്കുറിച്ച് ആലോചിക്കുവാൻ കഴിയണം. ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഇല്ലാതെ പോയിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ടോ ജീവിതത്തിന്റെ 3/4 ഭാഗവും അനുഭവിച്ചു തീർക്കേണ്ടുന്ന ദാമ്പത്യമെന്ന കുടുംബമെന്ന ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രം അവർക്കൊരു പഠനവുമില്ല, അവർക്കൊരു ചർച്ചയുമില്ല, അവർക്കൊരു അന്വേഷണവുമില്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, വിവാഹത്തിന്റെ തലേനാളുകളിൽ നമ്മുടെ പന്തലൊരുക്കുമ്പോൾ അതിനൊരു പിന്നി എവിടെ കുത്തണമെന്ന് നമുക്കറിയാം. അതിന്റെ വിഭവങ്ങളിൽ എന്തൊക്കെ വേണമെന്ന് നമുക്കറിയാം. ആരെയൊക്കെ ചേർക്കണമെന്ന്, ആരെയൊക്കെ വിളിക്കണമെന്ന് നമുക്കറിയാം. എന്നാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുന്ന ഒരു വലിയ നീണ്ട ജീവിതത്തിന്റെ ഈ തുടക്കത്തിൽ ഈ വധൂവരന്മാർക്ക്, ഈ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എന്താണ് നമുക്ക് കൊടുക്കാനുള്ളത്? നല്ലൊരു ഉപദേശമുണ്ടോ? നല്ലൊരു സന്ദേശമുണ്ടോ? അവർക്കൊരു സന്ദേശം കൈമാറുവാൻ കഴിയുന്നുണ്ടോ? മാതാപിതാക്കൾക്ക് പോലും അതിന് സാധിക്കുന്നില്ല. പ്രവാചക തിരുമേനിയുടെ കാലഘട്ടങ്ങളിൽ മാതാപിതാക്കൾ ആ ദൗത്യം നിർവഹിച്ചു. അത് സാധ്യമാവാത്തടത്ത് അവർ പ്രവാചകരെ കണ്ടു, കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. പെൺകുട്ടി ആണിനോടും ആണ് പെൺകുട്ടിയോടും എങ്ങനെ പെരുമാറണം, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പ്രവാചക തിരുമേനി പഠിപ്പിക്കുകയാണ്. ആണിനോട് പറഞ്ഞു, നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ഒരു പളുങ്കു പാത്രമാണിവൾ, അതൊരു അമാനത്തായി നീ സൂക്ഷിക്കണം. അത് താഴെ വീണ് പൊട്ടിയാൽ അത് പൊട്ടുക മാത്രമല്ല, അത് തട്ടുന്ന കാലുകൾ മുഴുവനും പൊട്ടും. അതിനാൽ അത് ആ ഒരു പളുങ്കു പാത്രത്തോട് കാണിക്കുന്ന ആ സൗമനസ്യത്തോടു കൂടി, തന്മയത്വത്തോടു കൂടി പെൺകുട്ടികളെ കൊണ്ടു നടക്കാൻ ശ്രമിക്കണമെന്നാണ് പ്രവാചക തിരുമേനി പഠിപ്പിച്ചത്. കൂടെ പറഞ്ഞു, നീ കഴിക്കുന്ന ക്വാളിറ്റിയുള്ള ഭക്ഷണം അവൾക്ക് കൊടുക്കണം, നീ ധരിക്കുന്ന ക്വാളിറ്റിയുള്ള വസ്ത്രം കൊടുക്കണം, നിന്റേതുപോലെ സുരക്ഷിതമായ വീട്ടിലല്ലാതെ ഒരിക്കലും അവളെ താമസിപ്പിക്കരുത്. ഒന്നുകൂടി പറഞ്ഞു, അവളെ നീ ഒരിക്കലും ശകാരിക്കരുത്, തെറി പറയരുത് എന്ന് പ്രവാചക തിരുമേനി പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പലപ്പോഴും നമ്മുടെയൊക്കെ നാട്ടിലെ പല അടുക്കളകൾക്ക് അരികിലൂടെയും സഞ്ചരിച്ചാൽ അവിടെ നിന്ന് ഭർത്താക്കന്മാർ ഭാര്യയെയോ അല്ലെങ്കിൽ അവർ മക്കളെയോ വിളിക്കുന്ന പേരുകൾ കേട്ടാൽ തോന്നും അടുക്കളയിലുള്ളത് കാട്ടുജീവികളാണോ എന്ന്. ആ രൂപത്തിലുള്ള പേരുകളാണ് പലപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പലരുടെയും നാവിൽ കഴുതയും പോത്തും അതുപോലെ കുതിരയും അങ്ങനെയുള്ള ഒരുപാട് നാമങ്ങൾ ഭാര്യയുടേതായി ചേർത്ത് വെച്ച് സംസാരിക്കുമ്പോൾ ആലോചിക്കുക, ഒരു കഴുതയാണോ വിവാഹം കഴിച്ചത്, ഒരു പോത്തിനെയാണോ വിവാഹം കഴിച്ചത്, ഒരു പട്ടിയാണോ വിവാഹം കഴിച്ചത് എന്ന് ആലോചിക്കുവാനുള്ള ഒരു സന്മനസ്സെങ്കിലും നമുക്കുണ്ടാവണം. ഞാൻ സൂചിപ്പിച്ചത് പ്രവാചക തിരുമേനി അതുകൊണ്ടാണ് പറഞ്ഞത്, പെണ്ണിനെ നിങ്ങൾ ചീത്ത പറയരുത്, നിങ്ങൾ ശകാരിക്കരുത്, മറിച്ച് മാന്യമായി ആവശ്യമായ ഘട്ടങ്ങളിൽ അവരെ നിങ്ങൾക്ക് ഉപദേശിക്കാം, അതിന് മാത്രമേ നിങ്ങൾക്ക് അവകാശമുള്ളൂ എന്ന് പ്രവാചക തിരുമേനി പഠിപ്പിക്കുകയാണ്. എന്നാൽ ആ നിലക്ക് ഈ പെൺകുട്ടികളെ സ്വീകരിക്കുവാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നേർക്കുനേരെ പറഞ്ഞാൽ ഒരു നല്ല ഭർത്താവായി, നല്ല കുടുംബനാഥനായി മാറുവാൻ ഇന്ന് വിവാഹിതരാവുന്ന ഇവർക്ക് പടച്ച റബ്ബിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. പെൺകുട്ടികളോടും പ്രവാചകർ നിർദ്ദേശിച്ചു, നിങ്ങളുടെ മുമ്പിലെ ഏറ്റവും ആദരണീയരായ വ്യക്തിത്വമാണ് ഇത്. നിങ്ങൾക്ക് ആദരിക്കുവാൻ, നിങ്ങൾക്ക് ബഹുമാനിക്കുവാൻ, നിങ്ങൾക്ക് സ്നേഹിക്കുവാൻ, കൊണ്ടും കൊടുത്തും ജീവിക്കുവാൻ പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദുനിയാവിലെ വിഭവമാണിത്. ആ വിഭവത്തെ അതേ രൂപത്തിൽ നിങ്ങൾ കാണണം. പ്രവാചക തിരുമേനി പറഞ്ഞുവല്ലോ, ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം നല്ലൊരു പെൺകുട്ടിയാണ്. അവളുടെ പ്രത്യേകത, അവൾ ഒറ്റ നോട്ടത്തിലെ അവനെ സന്തോഷിപ്പിക്കും, അതോടൊപ്പം അവന്റെ അഭാവത്തിൽ സംരക്ഷിക്കേണ്ടതെല്ലാം സംരക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ ആയിത്തീരുവാൻ ഇന്ന് വിവാഹിതരാവുന്ന ഈ പെൺകുട്ടികൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അവർക്ക് വേണ്ടി ആശംസിക്കുകയാണ്. ഇതോടൊപ്പം നാം വിട്ടുവീഴ്ച എന്ന വലിയ ഒരു അനുഗ്രഹം കയ്യിലെടുത്തുകൊണ്ട് ജീവിതത്തിലെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും സന്തോഷങ്ങളെയും സന്താപങ്ങളെയും നേടുവാൻ ശ്രമിച്ചാൽ എന്നും സന്തോഷം കളിയാടുന്ന ഒരു കുടുംബജീവൻ നയിക്കുവാൻ നമുക്ക് സാധിക്കും. അതിനാണ് നാം ശ്രമിക്കേണ്ടത്. നമ്മുടെ മുൻകോപങ്ങളും മുൻശുണ്ടികളും മാറ്റിവെച്ച്
ജയിക്കണമെന്ന് കരുന്നേടത്ത് തോറ്റുകൊടുക്കുവാനും അങ്ങനെ ജയിക്കുവാനും സാധിക്കുന്ന ഒരു മനക്കരുത്തുകൊണ്ട്, വിശാല മനസ്സുകൊണ്ട് കുടുംബജീവിതം നന്നാക്കി തീർക്കുവാൻ സാധിക്കണം. മാത്രമല്ല പരസ്പരം സ്നേഹിച്ചും പരസ്പരം കൊണ്ടും കൊടുത്തും അറിഞ്ഞും അറിയിച്ചും ആ നിലക്കുള്ള ജീവിതം, അതിനേക്കാൾ മധുരമുള്ള മറ്റൊന്നുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എല്ലാം സമർപ്പിക്കുവാൻ കഴിയുന്ന, എല്ലാം കൊടുക്കാൻ കഴിയുന്ന, എല്ലാം കൊള്ളുവാൻ കഴിയുന്ന, രഹസ്യങ്ങളൊന്നുമില്ലാത്ത, പരസ്പരം എല്ലാ അർത്ഥത്തിലും ഇഴുകിച്ചേർന്ന് ജീവിക്കുവാൻ കഴിയുന്ന, നാളെ ഈ ലോകത്തോട് വിട പറയുമ്പോൾ പരസ്പരം ആ മൃതദേഹത്തെ വെള്ളമൊഴിച്ച് കുളിപ്പിച്ചു കൊടുക്കുവാൻ വരെ അവകാശമുള്ള, അധികാരമുള്ള, അതിതീഷ്ണമായിരിക്കുന്ന ഒരു ബന്ധമാണ് ഇവിടെ ചേർക്കപ്പെടുന്നത്. അതിന് പടച്ചവന്റെ അനുഗ്രഹവും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും വേണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നത്. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ വിവാഹത്തിൽ വധൂവരന്മാരായി വന്നിരിക്കുന്ന ആളുകളെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം ഒറ്റ വാദം കൂടി ചേർത്ത് വെക്കട്ടെ. നമ്മുടെ നാട്ടിൽ വിവാഹങ്ങൾ നടക്കണമെങ്കിൽ ഒരുപാട് ഏടാകൂടങ്ങളുണ്ട്. വളരെ ലളിതമാണ് ആ ചടങ്ങ്. വധുവിന്റെ രക്ഷിതാവ് എന്റെ മകളെ അല്ലെങ്കിൽ എന്റെ സഹോദരിയെ, എന്റെ സംരക്ഷണത്തിൽപ്പെട്ട ഇന്നവളെ താങ്കൾക്ക് ഞാൻ ഇത്ര മഹർ സ്വീകരിച്ചുകൊണ്ട് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് പടച്ചവന്റെ നാമധേയത്തിൽ പറയുന്നു. വരൻ അത് ഏറ്റെടുത്തതായി, അംഗീകരിച്ചതായി സ്വയം സമ്മതിക്കുന്നു അല്ലെങ്കിൽ പറയുന്നു. അതിന് 2 സാക്ഷികളുമുണ്ടെങ്കിൽ വിവാഹമായി എന്ന് പറഞ്ഞാൽ വധുവിന്റെ രക്ഷിതാവും വരനും 2 സാക്ഷികളും മഹറുമുണ്ടെങ്കിൽ വിവാഹമായി. അത്ര ലളിതമാണ് ഇസ്ലാമിലെ വിവാഹം. അത്രയും ലളിതമാക്കി നിർവഹിക്കാം. എന്നാൽ ചെറിയ വലീമത്ത് കൊടുത്തുകൊണ്ട് അതിൽ പങ്കെടുക്കാവുന്ന ഏതാനും ആളുകളൊക്കെ ക്ഷണിച്ചുകൊണ്ട് ആ സന്തോഷത്തിൽ പങ്കുചേരാം. അതിന് വിരോധമില്ലെന്ന് മാത്രമല്ല, അതിൽ പുണ്യവുമുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് കടന്നു പോകുമ്പോ വിവാഹത്തിന് നാം ഉണ്ടാക്കി തീർക്കുന്ന ഒരുപാട് മാമൂലുകൾ, അനാചാരങ്ങൾ, ഒരുപാട് പരസ്പരമുള്ള ചങ്ങലക്കെട്ടുകൾ, അതിനെ പൊട്ടിച്ചെറിയുവാൻ എവിടെയും വെച്ച് ഏതു സാഹചര്യങ്ങളിലും ആളുകൾക്ക് ഈ ദൗത്യം നിർവഹിക്കുവാൻ കഴിയാവുന്ന വിധം ലളിതമായിരുന്നു പ്രവാചക കാലഘട്ടത്തിലെ ഓരോ വിവാഹങ്ങളും. പ്രവാചകർ ഒരിക്കൽ പള്ളിയിൽ വരുമ്പോ ളുഹർ നമസ്കരിച്ചുകൊണ്ട് ആളുകളോട് പറഞ്ഞുവല്ലോ, ഇന്ന് എന്റെ വിവാഹമാണ്, ഇന്ന് അസർ നമസ്കാരത്തിന് വരുമ്പോ നിങ്ങൾ വിവാഹത്തിൽ ഒരുങ്ങി വരണമെന്ന്. ആ വിവാഹത്തിന് പ്രവാചകർ ക്ഷണിക്കുന്നത് ളുഹർ നമസ്കാരത്തിനാണ്. അത്രേ വിവാഹത്തിന്റെ ക്ഷണമുള്ളൂ. മാത്രമല്ല വിവാഹത്തിന് വന്നിരിക്കുന്ന ആളുകൾ കൊണ്ടുവന്നിരിക്കുന്ന മധുരപലഹാരങ്ങളും പാനീയങ്ങളും ഒരുമിച്ച് കഴിച്ചുകൊണ്ടാണ് ആ വിവാഹത്തിന്റെ വലീമത്തൊരുക്കുന്നത്. എങ്കിൽ അത്ര ലളിതമാണ് ആ വിവാഹം, അങ്ങനെ നിർവഹിക്കാവുന്നതാണ്. പള്ളിയിൽ വന്നിരിക്കുന്ന പെൺകുട്ടിക്ക് വിവാഹമാണെന്ന് പറഞ്ഞപ്പോ അവിടെ തന്നെ ലഭിച്ചിരിക്കുന്ന ആൺകുട്ടിയെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ അഥവാ വിവാഹം ചെയ്തു കൊടുക്കുവാൻ സാധിച്ചിരിക്കുന്ന ഇസ്ലാമിന്റെ മക്കൾക്ക് യാതൊരു ദോഷാചാരങ്ങളും മാമൂലുകളും ചങ്ങലക്കെട്ടുകളും ഇല്ലാതെ തന്നെ അവയെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ജീവിതത്തിലെ തടസ്സമല്ലാതെ മാറാൻ, വിവാഹരംഗത്ത് ഒരു വലിയ പരിവർത്തനം ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ്. ISM നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വലിയ ശ്രമത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ആയിരക്കണക്കിന് യുവാക്കൾക്ക് മംഗല്യഭാഗം നൽകുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ എളിയ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും ഒത്തുചേരുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സുണ്ടിയെങ്കിൽ ഇനിയും ഈ കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. കൂടുതൽ ആളുകളെ, നൂറുകണക്കിന് യുവാക്കളെ സ്ത്രീധനരഹിത വിവാഹത്തിലൂടെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടി അവർക്ക് ശാന്തമായ സ്വസ്ഥമായ ജീവിതം നയിക്കുവാൻ ഇനിയും ISM-നും കഴിയട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. പടച്ചറബ് ഇന്ന് വിവാഹിതരാവുന്ന ഈ വധൂവരന്മാർക്ക് എല്ലാ അർത്ഥത്തിലും സന്തോഷവും ആഹ്ലാദവും അതുപോലെ എല്ലാ അനുഗ്രഹങ്ങളും അവൻ ചൊരിഞ്ഞു കൊടുക്കുമാറാവട്ടെ. ഈ ദുനിയാവിൽ അവരുടെ ജീവിതം സന്തോഷപ്രദമാവുകയും ആ ജീവിതത്തിൽ നല്ലവരായ സന്തതികളെ അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. അവർക്കും അവരുടെ കുടുംബത്തിനും അതിലൂടെ കൺകുളിർമ നൽകുമാറാവട്ടെ. നാളെ പരലോകത്ത് വിജയം വരിക്കുന്ന യഥാർത്ഥ മുത്തക്കുകളിൽ, മുവഹിദുകളിൽ നമ്മെ ഏവരെയും പടച്ചറബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും പടച്ചവന്റെ അനുഗ്രഹം അവൻ നൽകുമാറാവട്ടെ. ഇതുപോലെ മാതൃകായോഗ്യമായിരിക്കുന്ന വിവാഹങ്ങൾ സംഘടിപ്പിക്കുവാനും അതിൽ പങ്കുകൊള്ളുവാനും ഇനിയും അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിർ മുദ്ദിൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.